ഇന്ന് LDF യോഗമുണ്ടായിരുന്നു. കുറേ നാളുകളായി സംസ്ഥാനത്ത് സജീവമായ ഒരു ചർച്ചാ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ നടപടികൾ പ്രതീക്ഷിച്ച ദിവസമാണ്. പക്ഷേ ഒന്നും ഉണ്ടായില്ല. ADGP MR അജിത് കുമാറിനെതിരെ തൽക്കാലം നടപടിയില്ല എന്നുള്ള വാർത്ത വരുന്നു. ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണം എന്ന് ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടുവെങ്കിലും മുഖ്യമന്ത്രി വഴങ്ങിയില്ല. ADGP RSS നേതാക്കളെ കണ്ടത് യോഗത്തിന്റെ അജണ്ടയിൽ പോലും ഉണ്ടായിരുന്നില്ല. RJD ആവശ്യപ്പെട്ടതനുസരിച്ചാണ് വിഷയം ചർച്ചയ്ക്കെടുത്തത്. CPIയും RJDയും NCPയും MR അജിത് കുമാറിനെ നീക്കണം എന്നാവശ്യപ്പെട്ടു. അന്വേഷണം നടക്കുകയാണെന്നും റിപ്പോർട്ട് വന്നതിന് ശേഷവും നോക്കാം എന്നുമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. ഇതിന് ഘടകകക്ഷികൾ വഴങ്ങുകയായിരുന്നു. യോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ADGP RSS നേതാക്കളെ കണ്ടത് ചർച്ച ചെയ്യണം നിങ്ങൾ ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ നിലപാടിൽ യാതൊരു വെള്ളവും വരുത്തില്ല. ഞങ്ങളാണ് ആദ്യം തീരുമാനം മുഖ്യമന്ത്രി പറഞ്ഞത് ഈ കാര്യം കൂടി, ഈ രാഷ്ട്രീയ പ്രശ്നം കൂടി അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരും. ADGP അജിത് കുമാർ അദ്ദേഹം RSSകാരുമായി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്താണ് അയാൾ കൂടിയാലോ നടത്തി, എന്താണ് ചർച്ച എന്നുള്ളതാണ് പ്രധാന പരിശോധിക്കേണ്ട വിഷയം. ഇത്തരം അന്വേഷണ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെ സംരക്ഷിക്കില്ല, കടുത്ത നടപടിക്ക് വിധേയമാക്കും എന്ന് തന്നെയാണ് ഗവൺമെന്റ് നിലപാട്. ആ നിലപാടിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർവ്വവിധ പിന്തുണയും നൽകുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ, ന്യൂസ് ഡെസ്കിൽ നിന്ന് B ദിലീപ് കുമാർ എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം ഷഫീദ് റാവുത്തറിലേക്ക്. ഷഫീദ്, ഇന്നത്തെ LDF യോഗത്തിൽ സംഭവിച്ചത് എന്താണ് ഷഫീദ്? നിർണായകമായ LDF യോഗമായി ഇത് മാറും എന്നുള്ളതായിരുന്നു നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. കാരണം അത്രയധികം സമ്മർദ്ദം ഘടകകക്ഷികളുടെ ഭാഗത്ത് നിന്ന് ഇന്ന് ഈ യോഗത്തിന് തൊട്ടു മുൻപ് പോലും CPMനും മുഖ്യമന്ത്രിക്കും ഉണ്ടായിരുന്നു. അതായത് ADGP സംസ്ഥാന പോലീസിന്റെ തലപ്പത്തെ രണ്ടാമൻ അദ്ദേഹം RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇന്നലെ തന്നെ CPI സംസ്ഥാന സെക്രട്ടറി അവരുടെ നിലപാട് വ്യക്തമാക്കിയതാണ്. അത് ശരിയായ രീതിയല്ല എന്ന് മാത്രവുമല്ല ആ കൂടിക്കാഴ്ചയുടെ പൊരുളറിയണമെന്നൊക്കെ പറഞ്ഞതാണ്. അതിനുശേഷം RJDയും നിലപാട് വ്യക്തമാക്കി. യോഗത്തിന് കയറും മുൻപും സമാനമായ രീതിയിൽ RJD അവരുടെ നിലപാട് വ്യക്തമാക്കി. ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അത് CPMനോട് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടുവെന്നും വർഗീസ് ജോർജ് പ്രതികരിച്ചു. എന്നാൽ യോഗത്തിനെത്തിയ ശേഷം യോഗത്തിന് തൊട്ട് മുൻപ് CPI സംസ്ഥാന സെക്രട്ടറിയും CPM സംസ്ഥാന സെക്രട്ടറിയും തമ്മിലൊരു കൂടിയാലോചന നടക്കുകയും CPIയുടെ നിലപാട് അക്കാര്യത്തിൽ CPMനെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനും പിന്നാലെ യോഗം ആരംഭിച്ചപ്പോൾ യോഗത്തിന്റെ അജണ്ടയിൽ പോലും ഈ വിവാദങ്ങളോ വിഷയങ്ങളോ ഉണ്ടായിരുന്നില്ല. തുടർന്ന് ആദ്യം തന്നെ RJD അതായത് ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ വിവരം അത് ഈ യോഗത്തിൽ ചർച്ചയാക്കണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്നാണ് അതൊരു ചർച്ചയായി ഉയർന്നത്. CPIയും RJDയും ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റണം എന്നുള്ള കാര്യം ശക്തമായി തന്നെ ആവശ്യപ്പെട്ടു. എന്നാൽ അതിനുശേഷം മുഖ്യമന്ത്രി ഇക്കാര്യത്തിലെ വിശദീകരണം അറിയിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി വിശദീകരിച്ച കാര്യം ഇങ്ങനെയാണ്: നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്, അത് ഗൗരവമുള്ള അന്വേഷണം തന്നെ നടക്കുകയാണ്. വേണമെങ്കിൽ ഈ രാഷ്ട്രീയ വിഷയമടക്കമുള്ള കാര്യങ്ങളും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരും. റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ആവശ്യമെങ്കിൽ മാത്രം നടപടിയെടുത്താൽ പോരെ എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ വിഷയത്തിലെ മറുചോദ്യം. ഏതായാലും മുഖ്യമന്ത്രിയുടെ ആ ചോദ്യത്തിന് മുൻപിൽ കൂടുതൽ ആവശ്യങ്ങൾക്ക് നിൽക്കാതെ ആ യോഗം പിരിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട LDF കൺവീനർ TP രാമകൃഷ്ണനും സമാനമായ അഭിപ്രായം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് അന്വേഷണങ്ങൾ നടക്കുകയാണല്ലോ, അന്വേഷണം നടക്കട്ടെ, ഈ കൂടിക്കാഴ്ച നടത്തിയതിലല്ല അതെന്തായിരുന്നു അവർ ചർച്ച ചെയ്തത് എന്നുള്ള വിഷയമാണ് പരിശോധിക്കേണ്ടത് എന്നുള്ള ഒറ്റ നിലപാടിൽ LDF കൺവീനറും അദ്ദേഹത്തിന്റെ പ്രതികരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഏതായാലും ADGP MR അജിത് കുമാറിനെ സംരക്ഷിച്ച് തന്നെ പിടിക്കുകയാണ് മുഖ്യമന്ത്രി. ഏതെങ്കിലും തരത്തിൽ ഉടനടി ഒരു നടപടി ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഒരു പക്ഷേ നേരത്തെ ഉയർന്നതുപോലെ തന്നെ ഒരു സമവായ ഫോർമുല LDFൽ രൂപപ്പെട്ടിട്ടുണ്ടാകാം. മാത്രമല്ല PV അൻവറിനെ അക്കാര്യങ്ങൾ ധരിപ്പിച്ച് PV അൻവറിനെയും സമവായത്തിൽ എടുത്തോ എന്നുള്ളത് മാത്രമാണ് ഇനി അറിയേണ്ടത്. ഉന്മേഷ്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. B ദിലീപ് കുമാർ കൂടി ചേരുന്നുണ്ട്. ദിലീപ് കുമാർ, ഇതൊരു രാഷ്ട്രീയ വിഷയമായിട്ട് കൂടിയും മുന്നണി യോഗത്തിന്റെ അജണ്ടയിലേ ഉണ്ടായിരുന്നില്ല. ഭരണ വിഷയമായതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മറുപടി അംഗീകരിച്ചു. ഇത്തരത്തിൽ സാങ്കേതികമായ ഒരു മറുപടി എങ്ങനെ കാണണം ഇതിനെ ദിലീപ് കുമാർ? ഉന്മേഷ്, ഇന്നത്തെ ഇടതുമുന്നണി യോഗത്തെ വിശേഷിപ്പിച്ചാൽ മല പോലെ വന്നു എലി പോലെ പോയി എന്നതാണ് ഈ ഘടകകക്ഷി നേതാക്കളടക്കം മുഖ്യമന്ത്രിയുടെ അഭിപ്രായം ഉൾക്കൊണ്ടുകൊണ്ട് ഇക്കാര്യത്തിൽ ADGP MR അജിത് കുമാർ മാറി നിൽക്കേണ്ടതില്ല, തൽക്കാലമെങ്കിലും മാറി നിൽക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി. അദ്ദേഹത്തെ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയുള്ള ADGP എന്ന നിലയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ അന്വേഷണം നടത്തുന്നതിനോട് ഘടകകക്ഷികൾ വഴങ്ങുകയും ചെയ്തു. മുഖ്യമന്ത്രി ഈ യോഗത്തിൽ ഉറച്ച നിലപാട് സ്വീകരിച്ചതോടെ ഘടകകക്ഷികൾക്ക് മറ്റു വഴിയില്ല എന്നതായി. നേരത്തെ ഈ യോഗത്തിലേക്ക് പോകും മുമ്പ് നേതാക്കളൊക്കെ AKG സെൻറ്ററിൻ്റെ മുന്നിൽ വെച്ച് ഘടകകക്ഷി നേതാക്കൾ ഈ കാര്യം ശക്തമായി തന്നെ ഉന്നയിക്കും എന്ന് പറഞ്ഞിരുന്നു.
ശക്തമായി വിവിധ ഘടകകക്ഷികൾ ഇക്കാര്യം യോഗത്തിൽ ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ മുഖ്യമന്ത്രിയുടെ മറുപടി, ഒറ്റ വാക്കിലുള്ള മറുപടിക്കപ്പുറത്തേക്ക് വിശദമായ ചർച്ച ഇതിലുണ്ടായില്ല. ഇപ്പോൾ നടക്കുന്ന DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ ഈ വിഷയങ്ങളെല്ലാം ഉൾപ്പെടും എന്ന കാര്യം പറഞ്ഞു. മാത്രമല്ല, പിന്നീട് മാധ്യമപ്രവർത്തകരെ കണ്ട ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ പല വിഷയങ്ങളിലും PV അൻവർ ഉന്നയിച്ച വിഷയങ്ങളൊക്കെ തന്നെ ആ വിഷയങ്ങളിൽ അന്വേഷണം നടക്കുകയാണ്. പക്ഷേ എല്ലാ ദിവസവും ഇങ്ങനെ വാർത്താ സമ്മേളനം നടത്തി പരാതികൾ പറയുന്നത് ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്ന കാര്യവും വ്യക്തമാക്കി. ഏതായാലും PV അൻവറിനെയും തഴയുന്നില്ല, MR അജിത് കുമാറിനെയും കൈവിടുന്നില്ല. ഈ നിലയിലാണ് ഇന്നത്തെ LDF യോഗം അവസാനിച്ചത്. ഉന്മേഷ്. ശരി, B ദിലീപ് കുമാറാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇതിൽ സീന മുഹമ്മദ് പറയുന്നുണ്ട്, എല്ലാവരും ആരെയൊക്കെയോ ഭയപ്പെടുന്നത് പോലെ തോന്നുന്നു എന്ന ഈ മുന്നണി യോഗ തീരുമാനം കൂടി പുറത്തു വരുമ്പോൾ പൊതുസമൂഹത്തിന് ഒട്ടേറെ സംശയങ്ങളൊക്കെ ഉയർന്നൊരു വിഷയമായിരുന്നു. പക്ഷേ ആ യോഗത്തിലെ തീരുമാനം ഈ നിലയ്ക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.